ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെതിരെ പ്രവർത്തിച്ച അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറാക്കി യുഡിഎഫ് സർക്കാർ. ബിജെപി അനുഭാവിയെ പ്ലീഡറാക്കിയത് ബിജെപി കോൺഗ്രസ് ഡീലെന്ന ആരോപണമുയർത്തി പ്രതിപക്ഷം രംഗത്ത്. വിവാദം ശക്തമായതോടെ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപ് രാജിവെച്ചു. വിക്കറ്റുകൾ വീഴുന്നുവെന്ന് സർക്കാരിനെതിരെ ട്രോൾ പെരുമഴ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകനെ സർക്കാരിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ച നടപടി ഏറെ വിവാദമായിരുന്നു. വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നപ്പോഴാണ് സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിന് രാജിവെക്കേണ്ടി വന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെയും പലപ്പോഴും വാഴ്ത്തിയിട്ടുള്ള കെ.ബി. പ്രദീപിനെ യുഡിഎഫ് സർക്കാരിന്റെ പ്രത്യേക അഭിഭാഷകനാക്കിയത് എന്തിന് എന്ന ചോദ്യം ശക്തമായി ഉയർന്നിരുന്നു. ബിജെപി നേതൃത്വവുമായ ഡീലിന്റെ ഭാഗമായിട്ടാണ് ബിജെപി അനുഭാവിയായ സർക്കാരിനെതിരെ കേസ് നടത്തിയ കെ.ബി. പ്രദീപിനെ ഗവൺമെന്റ് പ്ലീഡർ ആക്കിയതെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയുടെ വക്കീലിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനാക്കിയ നടപടി സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷത്തിന്റേത്. സർക്കാർ കള്ളന് ചൂട്ടുപിടിക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തുന്നത്. 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുൾപ്പെടെ സ്വർണം വേർതിരിച്ചെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ചാണ്. ഈ സ്വർണം ഇടനിലക്കാരനായ കൽപേഷ് വഴി ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് വിറ്റുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. കുറ്റാരോപിതരായ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം തുടരുകയാണ്. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. എന്നിരിക്കെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഗവൺമെന്റ് പ്ലീഡറായി എത്തുന്നത്. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്നുമായിരുന്നു ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചത്. അതിൽ താൻ ഇടപെടില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേ എന്നും ചോദിച്ചു. നേരത്തെ മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു ബെന്നി തോമസിന്റെ നിയമനവും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ബെന്നി തോമസ് രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നിയമന വിവാദമുണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ രാജിവെച്ചതുകൊണ്ട് തീരുന്ന വിഷയമല്ലെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് CPM നിലപാട്. എല്ലാ സർക്കാർ ഫയലുകളും പരിശോധിക്കാൻ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിനെ യുഡിഎഫ് സർക്കാർ അനുവദിച്ചു എന്ന ആരോപണമാണ് CPM നേതാവ് പി. രാജീവ് ഉയർത്തിയിട്ടുള്ളത്. ചാർജ് എടുത്ത സ്ഥിതിക്ക് എല്ലാ ഫയലുകളും വക്കീലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. വക്കീലിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള രാജിയാണോ ഇത്? എല്ലാ ഫയലുകളും പരിശോധിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചതിനു ശേഷമാണോ രാജിവെക്കുന്നത്? ഈ അഭിഭാഷകൻ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിച്ച ആളാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ദേവസ്വത്തിന് പ്രത്യേക പ്ലീഡർമാർ ഉണ്ടായിരുന്നില്ല. ആരാണ് ഇവിടെ നിയമത്തിന്റെ ഉത്തരവാദി? നടപടിക്രമങ്ങൾ പാലിച്ചാണോ നിയമനം നടത്തിയത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പി. രാജീവ് പറഞ്ഞു. രാഷ്ട്രീയ ഭവിഷ്യത്തുകൾ പഠിക്കാതെ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുകയും വിവാദമാകുമ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്ന പ്രവർത്തന ശൈലിയാണ് VD സതീശൻ സർക്കാരിൻ്റേത്. ബന്ധു നിയമന വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേയാണ് സർക്കാരിനെതിരെ പ്രവർത്തിച്ച അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറായി സർക്കാർ നിയമിച്ചത്. പിന്നീട് അദ്ദേഹം രാജിവെച്ചെങ്കിലും സർക്കാരിനത് വലിയ തിരിച്ചടിയായി മാറി. തുടർച്ചയായി ഈ വിധത്തിൽ വിക്കറ്റുകൾ വീഴുന്നതിലും പ്രതിപക്ഷത്തിന് ബോധപൂർവം ആയുധം നൽകുന്നതിലും കടുത്ത പ്രതിഷേധമാണ് UDFിലും ശക്തമായി ഉയരുന്നത്.